പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ വഴി നടത്തുന്ന വിധങ്ങളൊക്കെ ഓർത്തു നോക്കിയാൽ എത്രമാത്രം അവൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിട്ട് ഇരിക്കണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധിയിൽ ഘോഷിച്ചാനന്ദിപ്പാനും ആർപ്പിടുവാനുമൊക്കെ പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തിൽ നിനക്ക് കഴിയുന്നുണ്ടോ? അതോ ഏകാന്തതയുടെ തടവിൽ നീ കിടന്ന് നീ ആത്മീയ മുടന്ത് പ്രാപിച്ച് വരികയാണോ? ദൈവം നമുക്ക് തന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയൊക്കെ ഒരു ആത്മാവാണ്. ആ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും പുറത്തേക്ക് ഒഴുകും. നമ്മെ സ്നേഹിക്കുന്ന കർത്താവുണ്ടല്ലോ, നാം ആരും നിരാശപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 തിമോത്തിയോസ് 4:16 1 തിമോത്തിയോസ് ചാപ്റ്റർ 4:16 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ദൈവത്തിലെ ഓർത്തോണം. ജനവും നമ്മളും, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളും ഞാനും, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലുള്ള മറ്റുള്ളവരും ഞാനും തമ്മിൽ ഹല്ലേലൂയ സ്നേഹത്തോടെ ഉപദേശങ്ങളെ സൂക്ഷിച്ച് അതിലുറച്ചു നിന്ന് അത് ചെയ്യുവാൻ തക്കവണ്ണം ബാധ്യസ്ഥര അല്ലേ? എങ്കിൽ മാത്രമേ അടുത്ത ജനറേഷന് നമ്മൾ മാതൃകയുള്ളവരായിട്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ലോൺലിനെസ് വേദനാജനകമാണ്, സ്തോത്രം. പക്ഷെങ്കിൽ നമ്മൾ ആ വേദനാജനകമായിട്ടുള്ള ആ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ആ ഇമോഷൻ, ആ വൈകാരികമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മളൊന്ന് പുറത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെൽഫ് അവെയർനെസ് കിട്ടും. സ്ട്രോങ്ങർ റിലേഷൻഷിപ്സിലേക്ക് ദൈവം നമ്മെ നയിക്കും. അതുപോലെ ദൈവവുമായിട്ട് ഒരു റിന്യൂഡ് കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ദൈവപൈതലേ പറ്റും. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്നുള്ളത് ഒരിക്കലും മറന്നു പോരുത് കേട്ടോ. അതിന് ഒരു തുറന്ന ഹൃദയവും നമുക്ക് വേണം. ദൈവവുമായിട്ടുള്ള ഈ കണക്ഷനിൽ നാം ആ ബന്ധത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ ആവശ്യമുള്ള 2 കാര്യമുണ്ട്. ഒന്ന് ഓപ്പൺനെസ്സും, രണ്ടാമത് പേർപ്പസും. ഞാൻ പറയട്ടെ, പല്ലുവേദന വന്നിട്ടുള്ളവരായിരിക്കുമല്ലോ നമ്മളിൽ പലരും. പല്ലുവേദന തീർച്ചയായിട്ടും ചീത്ത തന്നെ. പക്ഷേ നമ്മുടെ ആ ചീത്ത പല്ലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് ഓടിപ്പോകുമോ? നമ്മൾ പോകുന്ന എപ്പോഴാണ്? നമുക്ക് സഹിക്കാൻ മേലാത്ത വേദന വരുമ്പോഴാണ്. അതുവരെ നമ്മൾ പോകത്തില്ല. അതുപോലെ ലോൺലിനെസ്, എ കോൺസ്റ്റൻറ്റ് അൺസ്റ്റോപ്പബിൾ ഫീലിംഗ് ഓഫ് ലോൺലിനെസ് വന്നാൽ മാത്രം നമുക്ക് പിടികിട്ടും നമ്മോട് തന്നെ മറ്റുള്ളവരോടും ദൈവത്തോടും ഒന്നും നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലെന്ന്. അവരുമായിട്ടൊക്കെയുള്ള ആ ബന്ധത്തെ നമ്മളങ്ങ് മിസ് ചെയ്ത് മാറ്റുമെന്ന പോലായിപ്പോൾ. എന്നാൽ പ്രകൃതിയാൽ ഞാൻ പറയട്ടെ, മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരൊറ്റയ്ക്ക് ഇരുപ്പാനല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നാണ് പറഞ്ഞത്. ഒരു യൂണിറ്റിക്ക് വേണ്ടിയും ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ഇടയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ ആ നല്ല ഹൃദയത്തിൻ്റെ ഉദ്ദേശം. ആ യൂണിറ്റിയും കമ്മ്യൂണിറ്റിയും അവരവർ തമ്മിലും വേണം, ദൈവത്തോടും വേണം, മറ്റു മനുഷ്യരോടും വേണം. എന്നാൽ അങ്ങനെ ഒരു ഐക്യത, യൂണിറ്റി ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നത് ടോർമെൻറ്റ് ആൻഡ് പെയിനാണ് കൊണ്ടുവരുന്നത്. ആ പെയിനെ വേണേൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യണ്ട. എന്നാൽ പല വിധത്തിൽ വ്യക്തി ജീവിതങ്ങൾ ഇതുപോലുള്ള സെയിം പെയിൻഫുൾ സർക്കംസ്റ്റൻസസിനെയാണ് നേരിടുന്നത്.
ഏകാന്തതയുടെ കോസസ് ഡിഫറെൻ്റാണ്, സമ്മതിച്ചു. എന്നാൽ ഒരു ഒറ്റ സൊല്യൂഷൻ പോലും തരാനായിട്ട് അവിടെ അങ്ങും ആരുമില്ലെന്നാണ്. അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി ലോൺലിനെസ്സിൻ്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കി ഡീൽ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സോളിറ്റ്യൂഡ്, 2 പേഴ്സണൽ പ്രെയർ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ ഓൺ സ്ക്രിപ്ചർ, 3 ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ചേഞ്ച് ഓഫ് അവർ മിസ്കൺസെപ്ഷൻ ആൻഡ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ്. 1 സോളിറ്റ്യൂഡ്. ദൈവമക്കളെ, ഈ ഏകാന്തത, ഈ നിർജ്ജനത, അത് മാറ്റിയേ പറ്റൂ. പേഴ്സണൽ പ്രയറും ദൈവവചന ധ്യാനവും കൂടിയേ തീരൂ. സ്വയമായി നശിപ്പിക്കുവാനുള്ള ആ ചിന്തയും പലതരമുള്ള മിസ്കൺസെപ്ഷൻസ് ഉള്ളതും ജീവിതത്തിൽ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. ഒത്തിരി റെക്രിയേഷണൽ റിസോഴ്സസ് ഉണ്ട് സോളിറ്റ്യൂഡ് മാറ്റാൻ തക്കവണ്ണം. എന്നാൽ എത്ര പേർക്കതിനെ സന്തോഷത്തോടെ ഓവർകം ചെയ്യാൻ പറ്റും? ലോൺലിനെസ് ഓവർകം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അല്പമെങ്കിലും ഒരു സെൽഫ് നോളജ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ലോൺലിനെസ്സിനെ നമ്മൾ ഫേസ് ചെയ്യും. ദേഷ്യം വന്നാലും ആഗ്നി വന്നാലും ഫ്രസ്ട്രേഷൻസ് വന്നാലും അതിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും സന്തോഷത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുക്കത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ് ചെയ്യുവാനായിട്ട് ദൈവമക്കളെ നമുക്ക് കഴിയണം. യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ നമ്മുടെ സ്വന്തം കമ്പനി തന്നെ ഒന്ന് എൻജോയ് ചെയ്യുവാനായിട്ട് പഠിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ഏകാന്തതയെ മാറ്റുവാനായിട്ട് പറ്റും. പ്രൈസ് ഗോഡ്. അതിന് പകരം തന്നെത്താൻ പ്രാഗിക്കൊണ്ട് സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ലോൺലിനെസ് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി തെറ്റായ ധാരണകൾ ഉണ്ട്. ഒറ്റയ്ക്കാവുമ്പോൾ ആദ്യം വരുന്ന ചിന്ത തന്നെ ഭയമായിരിക്കും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഭയം വരത്തില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഭയം വരും. എന്നാൽ ആ ഭയപ്പെടുത്തുന്ന നാൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. പിന്നെന്ത് പറ്റും? അവൻ്റെ വചനത്തിൽ പുകഴുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ലോർഡ്. ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ അഭിഷക്തനാ, പക്ഷെങ്കിൽ ശൗലിട്ട് വേട്ടയാടി ഭയപ്പെടുത്തുന്ന അനേക ഏകാന്തതകൾ വന്നു. അതെല്ലാം ഗുഹയിലും ഏൻഗതി മരുഭൂമിയിലും പാറാൻ മരുഭൂമിയിലും സീഫ് മരുഭൂമിയിലും ദുർഗങ്ങളിലൊക്കെ താൻ ഒറ്റയ്ക്ക് കയറി പാർത്തു. ലോൺലിനെസ് അനുഭവിച്ചു. പക്ഷെങ്കിൽ അവനെ വിളിച്ച ദൈവത്തെ അവന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഈ ഏകാന്തത മാറുമെന്നും എന്തിനു വേണ്ടി ദൈവം എന്നെ വിളിച്ചോ ആ പർപ്പസിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുമെന്നും അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ഫീലിങ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ബിഹേവിയറും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് എന്തായിരിക്കണം എന്നറിയാമോ? നമ്മുടെ പേർപ്പസാണ്. നമ്മെക്കുറിച്ചൊരു ഗോൾ, ഒരു ലക്ഷ്യം, ഒരു പദ്ധതി, ഒരു പ്ലാൻ ദൈവത്തിനുള്ളത്. അതിലായിരിക്കണം നമ്മുടെ ചിന്ത. വി കനോട്ട് അച്ചീവ് അവർ ഗോൾസ് അൺലെസ് വി നോ ഹൂ വി ആർ. നാം ആരാന്ന് നാം മനസ്സിലാക്കാതെ നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റത്തില്ല. ഈ മോഡേൺ ലോകത്തിൽ അനേകരുണ്ട്, അവർക്ക് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർ തന്നെ കൺഫ്യൂസ്ഡാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിൻ്റെ വ്യക്തിത്വം ദൈവവചനത്താൽ യഥാസ്ഥാനപ്പെട്ടതായിരിക്കും. അത് ക്രിസ്തു യേശുവിലായിരിക്കും. യാതൊരു സംശയവും കൂടാതെ അത് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മെക്കുറിച്ച് തന്നെ ഒരു ഹെൽത്തിയറായിട്ടുള്ളൊരു കാഴ്ചപ്പാട്
നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ഹെൽത്തിയർ റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ ലോൺലിനെസ് ഓവർകം ചെയ്യാൻ തക്കവണ്ണം നമ്മെ അത് സഹായിക്കും. കണ്ണുറടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പ്ലാനിലേക്കും പദ്ധതിയിലേക്കും നീ ഞങ്ങളെ ചേർക്കണമേ, ഞങ്ങളെ നടത്തിയെടുക്കണമേ. എന്തിനു വേണ്ടി നീ ഞങ്ങളെ വിളിച്ചു, നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം, ആ പേർപ്പസ് അതെന്തുമാണെന്ന് മനസ്സിലാക്കി അധിഷ്ഠിതമായി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ഏകാന്തതകളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒന്നുകൂടെ ദൃഢമാക്കി പണിതെടുക്കുന്ന സമയങ്ങളാക്കി മാറ്റണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.